ഹലോ ഗൈസ്, ഇതൊരു പ്ലാന്റ് അറേഞ്ച്മെൻറ്റ് വീഡിയോ ആണ് കേട്ടോ. എനിക്കാണെങ്കിൽ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് വീടിൻ്റെ താഴെ കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പോൾ കുറേ ചെടികളൊക്കെ ടെറസിൻ്റെ മുകളിലാണ്. അതൊക്കെ ആകെ ഇങ്ങനെ ചെടികൾ ചീത്തായും പോട്ടുകളൊക്കെ പൊട്ടിപ്പോയി ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ കുറച്ച് സമയം കിട്ടി. ഇപ്പോൾ അതിനൊക്കെ എടുത്ത് ഞാൻ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കിട്ടോ. എന്നെ ഇന്ന് സഹായിക്കാനായിട്ട് അമ്മണി ചേച്ചിയും കൂടിയുണ്ട്. ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. മെയിനായിട്ട് സാൻസവേരിയ അറേഞ്ച്മെൻറ്റാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയൊക്കെ പെയിൻ്റ് അടിച്ചു. അത് പിന്നെ അകത്ത് വെക്കാനുള്ളത് കൊണ്ട് ആ ഹോള് ഒരു ഒട്ടുമുറി വെച്ച് പതുക്കനെ ഒന്ന് അടച്ചു. അതിന് ശേഷം നല്ല മെച്ചുറായിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പോട്ടിലേക്ക് നമ്മൾ ഇറക്കി വെക്കാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതൊരു ഡാഫ് വെറൈറ്റിയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അധികം മുകളിലേക്കൊന്നും പോവില്ല, ഇങ്ങനെ പരന്ന് ഉണ്ടാവുക. അപ്പോൾ അതിന് പറ്റിയൊരു പാത്രമാണ് സെലക്ട് ചെയ്തത്. അതിന് ശേഷം പെബിൾസൊക്കെ കഴുകി നന്നായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ അത്രയ്ക്കേ ഉള്ളൂ. മറ്റൊരു സ്നേക്ക് പ്ലാന്റ് നമ്മൾ കപ്പ് ആൻഡ് സോസർ ക്ലേ പോട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പെബിൾസൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അതും അതിനകത്ത് ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ 2 ഡെക്കറേഷനും പൂർത്തിയായി. പിന്നെ അടുത്തത് നമ്മുടെ ഒരു സെറാമിക് പോട്ടാണ്, ഒരു ആമക്കൂട്ടൻ. ഇതിലും അതെ നമ്മളൊരു ചെറിയ വെറൈറ്റി സ്നേക്ക് പ്ലാന്റാണ് അറേഞ്ച് ചെയ്തത്. അതിന് ശേഷം അത് നമ്മൾ സ്റ്റാൻഡിൽ കൊണ്ട് വെച്ചു കേട്ടോ. ഈ സ്റ്റാൻഡിൽ നിറയെ ഇൻഡോർ പ്ലാന്റ്സ് ആയിരുന്നു. ഇപ്പോൾ ആ ചട്ടികളൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയേക്കാണ്. എല്ലാതും കഴിയുമ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മളത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ ടീപ്പോയും ഒരു വർഷമായിട്ട് ഒരു സെറാമിക് പോട്ടിൽ ഒരു സാൻസവേരിയ പ്ലാന്റാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഞാൻ അതിനെ മാറ്റിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡെക്കറേഷൻ ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഇത് ചില്ലായതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. വീടിൻ്റെ ഒരു റൂമിൽ ഒരു വലിയൊരു ക്ലേ പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ചെടിയൊക്കെ നമ്മൾ കുറേ നാളായിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇന്ന് അറേഞ്ച് ചെയ്ത സ്നേക്ക് പ്ലാന്റ് നമ്മൾ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഏറെ നേരത്തെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ശേഷം ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടോ ഞാൻ ആ ഭാഗം. നേരത്തെ ഞാൻ ആ ചില്ലുള്ള ടീപ്പോയ്മേ ആ പ്ലാന്റ് വെച്ചെങ്കിലും എനിക്ക് നേരിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു ടീപ്പോയാണ്, ഇനി അത് ചിന്നൽ വീഴണ്ടാന്ന്. അപ്പോൾ ഞാൻ അതിനവിടെ നിന്ന് എടുത്ത് വേറൊരു റൂമിൽ കൊണ്ട് സെറ്റപ്പ് ആക്കിയിട്ടോ. ഇതൊരു മരത്തിൻ്റെ സ്റ്റാൻഡാണ്. അപ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അതൊരു കുഴപ്പമില്ലാണ്ട് അവിടെ ഇരുന്നോളും, ചിന്നലൊന്നും വീഴില്ലല്ലോ. അപ്പോൾ ഇവനെ കൊണ്ട് ഞാൻ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടോ. പിന്നെ ബാക്കിയുള്ള ചെടികളൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്റ്റാൻഡ് ഇടാനായിട്ട് കഷ്ടി സ്ഥലമുള്ളൂ. അപ്പോൾ ആ സ്റ്റാൻഡിൽ അറേഞ്ച് ചെയ്തു കേട്ടോ. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ല, ഒരു 50% ആയിട്ടുള്ളൂ. പണ്ടെന്ന് പറഞ്ഞാൽ അടീനിയും പിന്നെ ഇലച്ചെടികളൊക്കെ ഇങ്ങനെ മിക്സഡ് ആയിട്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇപ്പോഴും എനിക്ക് ഒരേപോലെ തന്നെ തോട്ടം കാണുന്നത് ഇഷ്ടമില്ല. കൊല്ലത്തിലൊക്കെ ഒരു പ്രാവശ്യം ഞാനൊന്ന് മാറ്റി സെറ്റപ്പ് ആക്കും. അപ്പോൾ ഒരു കൗതുകമല്ലേ, എന്നും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ഇത് 2 കാക്ടസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ സാൻസവേരിയ സിലിണ്ടറിക്കയാണ് കേട്ടോ. ഈ ചെടിയുടെ അറേഞ്ച്മെൻ്റ് ഒന്നും പൂർത്തിയായിട്ടില്ല, പെയിൻ്റ് അടി റെഡി ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇവൻ പരപ്പുറത്ത് കയറിയിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നോക്കിയാൽ 2 കൊല ഫ്ലവർ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുമ്പോൾ പൂവുണ്ടാവും കേട്ടോ. ഞാനത് ഷോർട്ട്സ് ആയിട്ട് ചെയ്യാറുണ്ട്. ഇത് വിരിയുമ്പോൾ ഭയങ്കര മണമാണ്.